ഇത് നമുക്ക് നല്ലൊരു ഡ്രാഗൺ പനീറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കട്ടോ. കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണേ. ഒരു 200 ഗ്രാം പനീർ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ചൊരു കാഷ്യൂ നട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ. സെയിം പാനിലൊക്കെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പം ഇതേപോലെ 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു ക്യാപ്സിക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ റെഡ് ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രീൻ ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, കുറച്ചൊരു പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ചൊരു വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചൊരു സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ട്രൈ ചെയ്ത് നോക്കണേ.